ശ്രീ ജയചന്ദ്രൻ, ഒരല്പം വൈകി താങ്കളിലേക്ക് എത്താൻ ക്ഷമിക്കണം. ഈ പറഞ്ഞതുപോലെ വലിയ പോരാട്ടം ആണ് ഇപ്പോൾ നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത്. അൻവർ സ്ഥാനാർത്ഥിത്വത്തിൽ ഉറച്ചു നിന്നാൽ ചതുഷ്കോണ മത്സരം എന്നത് തന്നെയാണ്. ഒരു ഘട്ടത്തിൽ ഇത് അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് എന്ന് BJP പറഞ്ഞിരുന്നു. ഇനിയുള്ള 7 മാസം കൊണ്ട് എന്താണ് ഒരു MLAക്ക് ചെയ്യാൻ സാധിക്കുക എന്ന സംശയമടക്കം പ്രകടിപ്പിച്ചിരുന്നു. സ്ഥാനാർത്ഥി ഉണ്ടാകുമോ എന്ന സംശയമുണ്ടായിരുന്നു. എന്തായാലും അതിനെല്ലാം ഉത്തരമായിരിക്കുന്നു. BJPയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു. പക്ഷേ ആ സ്ഥാനാർത്ഥി സ്വന്തം പാളയത്തിൽ നിന്നല്ല. ഈ സൂചിപ്പിക്കുന്നത് പോലെ ഒരു കേരള കോൺഗ്രസ്സുകാരനെ അവിടെ സ്ഥാനാർത്ഥിയാക്കി നിർത്തുമ്പോൾ എന്താണ് BJP ലക്ഷ്യം വെക്കുന്നത്? നോക്കുക അഭിലാഷേ, കേരളത്തിൽ ഒരു 15 വർഷം മുമ്പ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ടായിരുന്നത് 5% വോട്ടാണ്. അന്നത്തെ തലമുറയുടെ മക്കളും മക്കളുമായിട്ടല്ല ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് 20% അടുത്തെത്തുകയും തൃശ്ശൂര് പോലുള്ള ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ 2 മുന്നണികൾക്കെതിരായി ശക്തമായി പോരാട്ടം നടത്തി വിജയിക്കുകയും ചെയ്തത് BJPയുടെ മക്കള് പെറ്റു വളർന്നുണ്ടായതൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പ്രസ്ഥാനത്തിന്റെ അനിവാര്യത ജനം തിരിച്ചറിയുമ്പോൾ, അതിന്റെ സാങ്കത്യം ജനങ്ങൾക്ക് ബോധ്യപ്പെടുമ്പോൾ അവർ BJPയോടൊപ്പം നീങ്ങുന്നു എന്ന കാര്യമാണ് ഇവിടെ നൽകുന്നത്. നോക്കൂ, നിലമ്പൂരാണല്ലോ നമ്മുടെ ചർച്ചാ വിഷയം. 35 കൊല്ലമാണ് ആര്യാടൻ ഷൗക്കത്തിന്റെ പിതാവ് ഇടതുപക്ഷത്തോടൊപ്പവും വലതുപക്ഷത്തോടൊപ്പവും മാറി ചേർന്ന് MLAയും മന്ത്രിയുമായി ആ നിയോജക മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തു. 9 വർഷമായി ഇടതുപക്ഷത്തോടൊപ്പം ആ മണ്ഡലത്തെ പ്രധാനം ചെയ്യുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യത്തിലൊക്കെ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. അടിച്ചേൽപ്പിക്കപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ആര് ജയിച്ചാലും വലിയ മാറ്റങ്ങളൊന്നും വരുത്താൻ പോകുന്നില്ല. ആ മണ്ഡലത്തിലെ ഒരു MLAക്ക് വരുന്ന 7 മാസം കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നൊന്നും നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കില്ല. പക്ഷെ ഒരു യാത്രക്ക് നമ്മുടെ മുമ്പിൽ എത്തി നിൽക്കുന്നു. എന്നാണ് നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ കുടിയേറ്റ മേഖലകളുടെ ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റത്തിന്റെ സൂചനയാണ് ഏറെക്കാലമായ മണ്ഡലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മോഹൻ ജോർജിന്റെ പ്രവർത്തനത്തിൽ ഉണ്ടായ മാറ്റത്തെ ചൂണ്ടിക്കാണിക്കുന്നത്. നോക്കൂ, ആ മണ്ഡലം ഇന്ന് നേരിടുന്ന വലിയൊരു വികസന പ്രതിസന്ധി ഉണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തുന്നത് മാധ്യമ പ്രവർത്തകന്മാരെ 2 പ്രതികളോ ചർച്ച ചെയ്യാൻ തയ്യാറാകുന്നില്ല. അടിസ്ഥാന സൗകര്യ വികസന കാര്യത്തിൽ നിലമ്പൂർ ഇടതുപക്ഷവും വലതുപക്ഷവും മാറി ഭരിച്ചിട്ട് എവിടെ നിൽക്കുന്നു? 30,000-ത്തിലധികം വോട്ടുള്ള മലയോര കുടിയേറ്റ കർഷകന്റെ ജീവിതത്തിന്റെ അവസ്ഥ എന്താണ്? ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അവിടെ ഒരാൾക്ക് നെഞ്ചുവേദന വരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അഥവാ അവിടെ ഒരു നെഞ്ചുവേദന വന്നാൽ അഭിലാഷൻ അറിയുമോ, 100 കിലോമീറ്റർ അപ്പുറത്തുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജിലോ 60 കിലോമീറ്റർ അപ്പുറത്തുള്ള പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലോ പോയാലേ അവരുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കൂ. നഞ്ചൻകോട് പാതയുടെ വിഷയം ഞങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുന്നു. ഈ മലയോര കർഷകർക്ക് അവർക്ക് കേന്ദ്ര ഗവൺമെന്റ് കിട്ടിയ ആനുകൂല്യങ്ങൾ, കോടാനുകോടി ജനങ്ങൾക്ക് നൽകിയിരുന്ന കിസാൻ സമ്മാൻ പദ്ധതി, ആ കർഷകന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയ കാര്യങ്ങൾ, നഞ്ചൻകോട് പാത ഇടതുപക്ഷവും വലതുപക്ഷവും ചേർന്ന് അട്ടിമറിച്ചെടുത്ത് ആ പാതയ്ക്ക് സംസ്ഥാന സഹായമില്ലാതെ തന്നെ പുനരുജ്ജീവിപ്പിച്ചിരിക്കുന്നത്, അന്തർ സംസ്ഥാനത്തിന്റെ അതിർത്തിയിൽ കിടക്കുന്ന നിലമ്പൂരിൽ അവസാനിപ്പിക്കുന്ന ഗതാഗത സൗകര്യങ്ങളുടെ പുനരുദ്ധാരണം, ഇതൊക്കെയല്ലേ? തീർച്ചയായും അവിടെ ശ്രീ ജയചന്ദ്രൻ, ഇവിടെ ഇതാ താങ്കൾ പറയുന്നത് പോലെ 3.5 പതിറ്റാണ്ട് നിലമ്പൂരിൽ ആര്യാടൻ ഭരിച്ചുവെങ്കിൽ കഴിഞ്ഞ 9 വർഷമായി ഇടതുപക്ഷത്തോടൊപ്പമാണെങ്കിൽ അത് സ്വാഭാവികമായും അവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. അവിടുത്തെ വികസന വിഷയങ്ങളൊന്നും ഞങ്ങൾ ചാനൽ ചർച്ചകളുടെ അടിസ്ഥാനത്തിലല്ല, അത് നേരിട്ട് അനുഭവിക്കുന്നവരാണ് അവിടെ വോട്ട് ചെയ്യുന്നത്. ഇത്തവണ ഈ കേരള കോൺഗ്രസിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ അടർത്തിയെടുക്കുമ്പോൾ BJPയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് ക്രൈസ്തവ വോട്ടുകൾ എത്രത്തോളം കൂടുതൽ അനുകൂലമാകുന്നു എന്ന് BJP പഠിക്കാൻ ഉള്ള ഒരു പഠനം ആയി ഇതിനെ മാറ്റിക്കാണുകയാണോ? ഒപ്പം താങ്കൾ ഈ സൂചിപ്പിച്ചതുപോലെ മലയോര കർഷകരുടെ വോട്ട് പിന്തുണ BJPക്ക് വർദ്ധിക്കുമോ? അങ്ങനെയുള്ള ഒരു പരീക്ഷണമാണോ BJP നടത്തുന്നത്? സ്വാഭാവികമായിട്ടും അത് തന്നെയല്ലേ. കാരണം ആ മണ്ഡലത്തിലെ കേവലം ഒരു ക്രൈസ്തവന്റെ പ്രതിനിധിയായിട്ടല്ല അഭിലാഷ ഞങ്ങൾ അദ്ദേഹത്തെ കാണുന്നത്. ആ മണ്ഡലത്തിലെ 30,000-ത്തിലധികം വരുന്ന കുടിയേറ്റ കർഷകന്റെ ജീവിതാനുഭവങ്ങൾ പങ്കിട്ടെടുത്ത ഒരു കർഷക കുടുംബത്തിൽ പറഞ്ഞ ആൾ മാത്രമാണ്. വർഷങ്ങളായി നിലമ്പൂരിന്റെ ഹൃദയസ്പന്ദനം അറിയാവുന്ന രാഷ്ട്രീയ നേതാവാണ്. ആ രാഷ്ട്രീയ നേതാവ് എത്തുമ്പോൾ നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ നമ്മൾ കാണുന്നത് എന്താണ്? ഈ നിലമ്പൂരിൽ തന്നെ 2 മുന്നണികൾക്കകത്തും ഉണ്ടായിരിക്കുന്ന ആശങ്ക, ഒരുപക്ഷെ ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായി ലഭിച്ചില്ലായിരുന്നെങ്കിൽ
അദ്ദേഹം ഒരു ഇടതുപക്ഷ സ്വതന്ത്രനാകുമായിരുന്നു എന്നുള്ളത് ഒരു കൃത്യമായ പരമാർത്ഥമല്ലേ? ആ ചോദ്യത്തിന് മുമ്പിൽ അദ്ദേഹത്തിന് ഉത്തരം ഇതുവരെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സമ്മർദ്ദത്തിലാണ് അവിടെ ഈ സ്ഥാനാർത്ഥിയായത്. മറുഭാഗത്തോ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കെതിരെ, ഞാൻ ഇടതുപക്ഷ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പരസ്യമായ കുറ്റം കൂടുതൽ പറയുന്നില്ല, അസ്വസ്ഥതകൾ അവർക്കുണ്ട്. എന്തുകൊണ്ടാണ് അൻവർ ഓലപ്പടക്കമാണ്, കടമിക്കടലിൽ ഉപ്പ് കലക്കുന്നതാണെന്ന് പറയുമ്പോൾ ഈ BD സതീശന്റെ മാനസപുത്രനല്ലേ രാഹുൽ മാങ്കൂട്ടം? തലയിൽ മുണ്ടിട്ട് രാഹുൽ മാങ്കൂട്ടം ഒളിച്ചും പാർത്തും പതുങ്ങിയും BD സതീശന്റെ വിശ്വാസമില്ലാതെയും അനുഗ്രഹമില്ലാതെയും പോകുമെന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കെങ്കിലും വിശ്വസിക്കാൻ സാധിക്കുമോ അഭിലാഷേ? അൻവർ ഇത്ര നുള്ളരുതാത്തവനും കഴിവില്ലാത്തവനുമാണെങ്കിൽ എന്തിന് ഇരുട്ടിന്റെ മറവിൽ സതീശന് പ്രകാരമായിട്ട് അദ്ദേഹത്തിന്റെ പ്രതിപുരുഷനായിട്ട് രാഹുൽ പോയപ്പോൾ ഇന്നൊരു കാര്യം കൂടി പറഞ്ഞു, എന്റെ അനിയനാണ് അയാൾ, ഞാൻ അയാളെ വ്യക്തിപരമായി ശകാരിക്കും. പാർട്ടിയുടെ കൊട്ടിയടച്ച വാതിലുണ്ടെന്ന് പറയും ഒരു ഭാഗത്തും, തനിക്ക് പോകാൻ കഴിയാത്തടത്ത് തലയിൽ മുണ്ടിട്ട് അനിയറിനെ പറഞ്ഞേക്കുകയും അത് വിജയിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ വിജയമായി പ്രഖ്യാപിക്കുകയും ഇപ്പൊ തള്ളി പറഞ്ഞപ്പോൾ ആ പാവം അതിന്റെ നിൽക്കുകയും അദ്ദേഹത്തിന്റെ നടപടിയോ ഞാൻ സ്വകാര്യമായി ശാസിക്കും. ആ സ്വകാര്യമായിട്ട് മോനെ നീ പോയത് നന്നായി, എനിക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് ചോദിക്കാനാണോ എന്ന് എനിക്കറിയില്ല. മാത്രമല്ല ഐക്യജനാധിപത്യ മുന്നണിക്കകത്ത് അടിത്തട്ടിൽ വളരെ വിള്ളൽ വീണിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ്. ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വം വലിയ വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നു പാർട്ടിക്കകത്ത്. കോൺഗ്രസിനകത്ത് വിഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഇപ്പൊ ന്യൂസ് 18 ഉൾപ്പെടെ കേരളത്തിലെ മാധ്യമങ്ങൾ പുറത്തു വിടുന്ന വാർത്തകൾ വിശ്വസിക്കാമെങ്കിൽ മുസ്ലിം ലീഗ് കടുത്ത അതിർത്തി പ്രകടിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ഒറ്റൊരാൾക്ക് തീരുമാനമെടുക്കേണ്ടതല്ല എന്ന അഭിപ്രായത്തിൽ ലീഗ് എത്തിയിരിക്കുന്നു. കോൺഗ്രസിനകത്ത് ഇതേ വാദഗതി ഉണ്ടായിരിക്കുന്നു, ഇടതു മുന്നണിക്കകത്തുണ്ടായിരിക്കുന്നു. സ്വാഭാവികമായിട്ടും വികസനാവസ്ഥയും കേന്ദ്ര ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങളും അവിടെ മലയോര കർഷകർക്കുണ്ടായിരിക്കുന്ന ജീവിതത്തിലെ പ്രയാസങ്ങളും അതൊക്കെ പരിഹരിക്കുന്നവർക്ക് വിശ്വാസവും ഇതൊരു സിമ്പലായിട്ട്, ഒരു സാമ്പിൾ ആയിട്ട് ഞങ്ങൾ കാണുകയാണ്. ഞാൻ താങ്കളിലേക്ക് വരാം ശ്രീ റഹ്മത്തുള്ള. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ. അതായത് ഇപ്പോഴും ഞാൻ തുടക്കത്തിലും